ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് കാണിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ 2 പേരാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയത്. രാവിലത്തെ ട്രെയിനാണ് പോയത്. അത് കുറ്റിപ്പുറത്തിറങ്ങി അവിടെ നിന്ന് ബസ്സിനാണ് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോയത്. 12 മണിയാകുമ്പോഴേക്കും ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അന്നത്തെ ദിവസം. ആറാട്ട് ദിവസമായിരുന്നു ഞങ്ങൾ പോയിരിക്കുന്നത്. ഉച്ചക്ക് തൊഴാൻ പോകുമ്പോൾ മൊബൈലൊന്നും അലോഡ് ആയിരുന്നില്ല. ഉച്ചക്ക് ഒരു 3 മണിക്കൂർ നേരം നമ്മൾ ലൈനിലൊക്കെ നിന്നിട്ടായിരുന്നു ഭഗവാനെ തൊഴുന്നത്. പഴക്ക മണ്ഡപത്തിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് പുറത്ത് കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് തൊഴാൻ പോകുമ്പോൾ മൊബൈലൊന്നും അലൗഡ് ആയിരുന്നില്ല. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷമാണ് വീഡിയോ ഒക്കെ പിടിച്ചത്. രാത്രി പുറത്തെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഗുരുവായൂരമ്പലത്തിൻ്റെ പുറത്തുള്ള ഷോപ്സൊക്കെ കാണാൻ തന്നെ അതിമനോഹരമാണ്. ഉത്സവത്തിൻ്റെ ദിവസമായതുകൊണ്ട് എല്ലാ ഷോപ്സിൻ്റെ മുന്നിലും നിറപറിയൊക്കെ വെച്ച് ഭഗവാനെ എതിരേറ്റിട്ടുണ്ടായിരുന്നു. രാത്രി 11 മണിയാകുമ്പോഴുള്ള ആറാട്ടും മറ്റു ഉത്സവ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വളരെ ലേറ്റായിട്ടാണ് ഉണങ്ങാത്ത ഗുരുവായൂർ അമ്പലങ്ങളും പരിസരങ്ങളുമാണ് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം 2 മണിക്കൂർ കാത്തു നിന്നെങ്കിലും പുലർച്ചെ ഭഗവാനെ നന്നായി തൊഴാനായി സാധിച്ചു. അതിനുശേഷം ഗുരുവായൂർ പപ്പടം, പലതരത്തിലുള്ള വെറൈറ്റി പപ്പടം ഇവിടെ കിട്ടാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വീണ്ടും റൂമിലേക്ക് പോയി.
പിന്നീട് വീണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വന്നു. ഉച്ചവരക്കും ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലത്തെ ആൾക്കാരൊന്നും അധികമില്ലാത്ത ഗുരുവായൂർ അമ്പലവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഭഗവാനെ നന്നായി തൊഴാനൊക്കെ സാധിച്ചു. രാവിലത്തെ ശാന്തസുന്ദരമായ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അനുഭൂതി അതൊന്നു വേറെ തന്നെയാണ്. ഉച്ചയാകുമ്പോഴേക്കും റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കുറ്റിപ്പുറത്തേക്ക് പോയി. കുറ്റിപ്പുറത്തുനിന്ന് വീണ്ടും ട്രെയിനിലേക്ക് ഞങ്ങൾ കണ്ണൂരിലേക്ക് വന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.